മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം വായനയ്ക്ക് പല മാനങ്ങളും നൽകുന്ന രചനയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ. നല്ല വായന സുഖം നൽകുന്ന പുസ്തകമാണിത്. കണ്ണൂരിൽ കൈരളി ബുക്സ് ഒരുക്കിയ പുസ്തകമേളയും ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. ഒരു പുസ്തകം വ്യത്യസ്തമാകുന്നതും ആകർഷകമാകുന്നതും അതിന്റെ തലക്കെട്ടിൽ തന്നെയാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു. ഒരു തലക്കെട്ട് കണ്ടുപിടിക്കാനുള്ള പ്രയാസം പഠനകാലത്ത് മാഗസിൻ എഡിറ്ററായിരുന്ന തനിക്ക് നന്നായി അറിയാം. നവാസ് മേത്തർ രചിച്ച പുസ്തകം ശ്രദ്ധിച്ചതും ആ താലിമാല തേടി ആരും വന്നില്ല എന്ന തലക്കെട്ട് കൊണ്ട് തന്നെയാണ്. വായനാസുഖമുള്ള, നിർത്താതെ വായിച്ചു തീർക്കാൻ കഴിയുന്ന പുസ്തകമാണിത്. കാര്യങ്ങളും സാഹചര്യങ്ങളും അറിയാവുന്നവർക്ക് വ്യക്തമാകുന്ന തരത്തിലുള്ള ചേരുവകളും പുസ്തകത്തിലുണ്ട്. ഗ്രന്ഥകാരൻ തടിക്ക് കൊള്ളാതിരിക്കാനുള്ള ചേരുവകൾ ചേർത്താണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നും കമ്മീഷണർ പറഞ്ഞു. എനിക്ക് ഏറ്റവും ആദ്യം ഈ പുസ്തകം ഇഷ്ടമാവാൻ കാരണം ഈ പുസ്തകത്തിന്റെ തലക്കെട്ടാണ്. ഈ പുസ്തകത്തിൽ ഇട്ടിരിക്കുന്ന തലക്കെട്ടാണ് ആ താലിമാല തേടി ആരും വന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ തലക്കെട്ടിന്റെ പ്രത്യേകത? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാഗസിൻ എഡിറ്ററായിരുന്നു. അപ്പൊ മാഗസിൻ എഡിറ്റർ ആവുന്ന സമയത്ത് നമ്മളും ഈ മാഗസിന് പേരിടാൻ വേണ്ടിയിട്ട് ഏറെ കഷ്ടപ്പെടും. കാരണം പേരാണല്ലോ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയെയും ആ പുസ്തകത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ആദ്യ ഭാഗം. ഈ പുസ്തകത്തിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ രണ്ട് കാര്യം, എന്തായിരിക്കും അങ്ങനെ ഒരു പേരിടാനുള്ള സാഹചര്യം? ആ ഒരു സാഹചര്യം, പക്ഷെ അതിനെപ്പറ്റി ഞാനിവിടെ പറയുന്നില്ല. അത് ആ പുസ്തകത്തിന്റെ വളരെ രസകരമായിട്ടൊരു ഭാഗം. രസകരമെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, ആ പ്രതിപാദ്യ വിഷയം അത്ര രസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള വളരെ ഒരു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ, അതല്ല എങ്കിൽ ഒരു വലിയ നടുക്കം കണ്ട ഒരു മനുഷ്യന് പിന്നീട് ആ നടുക്കം രേഖപ്പെടുത്തലുകളായിട്ട് മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, വ്യംഗ്യമായിട്ട് ഞാനിതിനെ പറഞ്ഞു പോകും, രേഖപ്പെടുത്തലുകളായിട്ട് പിന്നീട് മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് സാമ്പത്തികമായ ഒരു നഷ്ടമുണ്ടായെങ്കിലും അതും സഹിക്കാമെന്ന് കരുതിയ ഒരു വ്യക്തിയുടെ തീരുമാനമായിട്ടോ എന്തൊക്കെയോ കൊണ്ടോ ആ താലിമാല തേടി ആരും വന്നില്ല. പക്ഷേ ഈ പുസ്തകം വായിച്ചിട്ട് ആ താലിമാലയുടെ ഉടമയിലേക്ക് കൂടെ ഈ പുസ്തകം എത്താൻ കഴിയട്ടെ. വ്യംഗ്യമായ ഒരു ഭാഷയാണെങ്കിൽ പോലും തലശ്ശേരിയുടെ, പ്രത്യേകിച്ചിട്ട് കണ്ണൂരിന്റെ തലശ്ശേരിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രൂപഭംഗി ആ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ കണ്ണൂർ കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പേ തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ASP ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. തലശ്ശേരിയിൽ ASP ആയിരുന്നതുകൊണ്ട് പുസ്തകം വായിച്ചപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടി. വാർത്ത കുറഞ്ഞ് ബഹളം കൂടി വരുന്ന കാര്യവും മാധ്യമപ്രവർത്തകൻ തന്നെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന കാര്യവും കമ്മീഷണർ എടുത്തു പറഞ്ഞു. ചടങ്ങിൽ കൈരളി ബുക്സ് MD O അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ, കണ്ണൂർ വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ MR രജീഷ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നന്ദിനി പ്രദീപ്, ദീപിക ബ്യൂറോ ചീഫ് റിനീഷ് മാത്യു, ഗ്രന്ഥകാരൻ നവാസ് മേത്തർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.